ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഓപ്പൺ ആയത് ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. അതിനുശേഷം അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ്, സെൽ ഓഫ് ഉണ്ടാകും. അതാണ് നമ്മളിവിടെ കാണുന്നത്. സെൽ ഓഫാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ട്രേഡൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്നൊക്കെയാണ് കിട്ടിയേക്കണത്. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ഇവിടെ വന്നിരുന്നു. അതിനുശേഷം അത് കോസ്റ്റ് പോയി അടിയിലേക്ക് നല്ലൊരു റാലി ഉണ്ടായിരുന്നു. ഇതൊരു 60 പോയിൻറ്റിൻ്റെ റാലിയാണ് കേട്ടോ. കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും സംഭവം 60 പോയിൻ്റ് ഉണ്ട്. ഇവിടെ വരെ ആദ്യത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20 പോയിൻ്റ് വരെ കിട്ടിയിട്ടുള്ളൂ. 60 പോയിൻ്റ് പെട്ടെന്ന് തന്നെ വന്നു. കിട്ടേണ്ട സംഭവം കുറച്ച് കഴിഞ്ഞിട്ട് വന്നു, അത്രയുള്ളൂ വ്യത്യാസം. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സപ്പോർട്ടിലേക്ക് എത്തി. പിന്നെ സപ്പോർട്ട് കാര്യമായിട്ട് ആക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ഫോണായിട്ട് പിന്നെയും സപ്പോർട്ടിലേക്ക് തന്നെ വന്നേക്കാണ്. ഇനി എന്താണ് ഉണ്ടാവാൻ പോണതെന്ന് നമുക്ക് നാളെ നോക്കി നോക്കാം. ഇത് 86,200 സെൻസസ് ആണ്. പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.4 ക്യാൻഡിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യണം. അപ്പോൾ 9.4 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ആക്ടിവേറ്റ് ആണ് നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് 175 പോയിൻ്റാണ് വന്നതാണത്. 175 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വേയിൽ വന്നതാണ്. അതിനുശേഷം ഫുൾ ടാർഗറ്റൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പിടിച്ച ട്രേഡാണ്. നമ്മൾ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം സ്ട്രഗ്ലിംഗ് ഉണ്ട് ട്രേഡ്. ഇവിടെയാണ് ട്രേഡ് ആക്ടിവേഷൻ ആവുന്നത് 10:52. അത് നമുക്ക് 20 പോയിൻ്റ് വ്യത്യാസമുണ്ട് ലിമിറ്റ് പ്രൈസ് ഒന്ന്. നിങ്ങളവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. SL ഇത്തിരി കൂടും. അല്ലെങ്കിൽ SL നിങ്ങൾ കറക്റ്റായിട്ട് 40 പോയിൻ്റ് തന്നെ വെച്ച് കഴിഞ്ഞാലും മേ ബി അടിച്ച് പോകാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 20 പോയിൻ്റ് ഓൾറെഡി മുകളിൽ നടത്തുകയാണത്. ബാക്കി 20 പോയിൻ്റാണ് നമുക്ക് SL ആയിട്ട് ലിമിറ്റിൽ നിന്ന് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി നിങ്ങൾ എടുക്കുന്നത് 20 പോയിൻ്റ് മുകളിലാണ്. ടോട്ടൽ ഇപ്പോൾ 40 പോയിൻ്റ് നിങ്ങളുടെ കൺസെപ്റ്റിൽ ഓക്കെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നന്നായി സ്ട്രഗിൾ ചെയ്ത് അടിയിലേക്ക് വന്നു, എന്നിട്ടാണ് കയറി പോണത്. അപ്പോൾ അടിയിലേക്ക് ഒന്ന് തിരിച്ച് കയറുമ്പോൾ വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത് 26,300 അവിടെ കാണാൻ പറ്റും 2 ട്രേഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റി ട്രേഡാണത്. നിഫ്റ്റി ട്രേഡ് ഫ്രീ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരുന്നു ഫസ്റ്റ്. അത് ഡയറക്റ്റ് SL. രണ്ടാമത് റീ എൻട്രി ആക്റ്റീവ് ആയിരുന്നു. അത് അടിപൊളിയായിട്ടുള്ള ഒരു 20 പോയിൻ്റ് ഉണ്ട്. അത് മിനിമം കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ഞാൻ വരാം. ഈ ഡയറക്റ്റ് SL ആയ സ്ഥലത്ത് നമ്മൾ നോക്കിക്കുക 26,300 ആണ് കേട്ടോ. ഇവിടെ ചിലവർക്ക് ചിലപ്പോൾ SL അടിക്കില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു ക്യാൻഡിൽ ആക്ടിവേഷനായി. ഈ ഒരു ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിലാണ് നമ്മുടെ ട്രേഡ് ആക്ടിവേഷൻ ആവുന്ന ക്യാൻഡിൽ. അതായത് ഇത് വന്ന ശേഷമാണ് ട്രേഡ് എടുക്കുക. ഇത് വരുന്നതിൻ്റെ മുമ്പേ റെഡ് ക്യാൻഡിലാണെന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്നിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാണെന്ന് വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ഈ ക്യാൻഡിൽ ഉണ്ടാവണത് ഞാൻ ബേസിക്കലി ഇത് ലിമിറ്റ് എന്ന അതെനിക്കിത് ഇവിടെ നിന്ന് തന്നെ കിട്ടി. 78-25 എന്ന് പറഞ്ഞൊരു പ്രൈസ് ഉണ്ട്. ആ ഒരു പ്രൈസിൻ്റെ അവിടെ നിന്നൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കണത്. ബേസിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് അടിയിലേക്ക് വന്ന് വരുമ്പോൾ വേണമെങ്കിൽ എടുക്കാം. ഇത് അടിയിലേക്ക് വരും ഒരു പ്രൊഡിക്ഷൻ ഇല്ല. ഇപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്തോടത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു സെക്കൻഡ് നിങ്ങൾ കാണാൻ വൈകി. അങ്ങനെയാണെങ്കിൽ ക്യാൻഡിൽ അടിയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇവിടെ ലാഭമുള്ളൂ, മനസ്സിലായാലും. അല്ലാത്തവർക്ക് ഇത് കറക്റ്റായിട്ട് SL അടിക്കും അവിടെ. അതിനുശേഷം SL പ്രൊട്ടക്റ്റ് ആയി നിൽക്കും. ഇവിടെ വേണമെങ്കിൽ കോസ്റ്റ് നമുക്ക് കളയാം. അതിനുശേഷം വരുന്ന റീ എൻട്രി ആണ് ഇത്. അത് അപ്പോഴും നമ്മൾ ഈ റെഡ് ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം വരുന്ന ഗ്രീൻ ക്യാൻഡിൽ ഓർ റെഡ് ക്യാൻഡിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ എങ്ങനെയാണ് ഞാൻ എടുത്തത് അതേപോലെ നിങ്ങൾക്ക് കൂടെ എടുക്കാം. അതാണ് ഞാൻ പറയണത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി റീ എൻട്രിയുടെ കാര്യമാണ്. ഈ 2 ട്രേഡ് ഞാൻ അടുത്തുള്ളത് തന്നെയാണ്. അതിൽ രണ്ടാമത്തെ ട്രേഡ് കിട്ടി, റീ എൻട്രി ആയി. നമുക്കിവിടെ SL ഉണ്ടായിരുന്നത് 10 പോയിൻ്റാണ്. നമുക്കിവിടെ 20 പോയിൻ്റ് കിട്ടി. 20 പോയിൻ്റ് വരെ ഞാൻ നോക്കിയിരുന്നത് തന്നെയാണ് കേട്ടോ, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 20 പോയിൻ്റ് എത്തി അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഡ്സിനെ വിൽക്കാം. മീൻസ് പകുതി ലോഡിനെ വിറ്റിട്ട് ബാക്കിയുള്ള തന്നെ റൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ SL തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ SL മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് SL മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പം ഈ ഒരു ഭാഗത്ത് 20 പോയിൻ്റ് ആയപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് കോസ്റ്റ് വെച്ച് ഇടാനേ പറ്റുള്ളൂ. അല്ല ഇവിടെ നിങ്ങളൊരു പകുതി ലോണിനെ സെല്ല് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു SL മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ എത്രയാണ് SL ഇട്ട് ആ SL മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള തന്നെ റൺ ചെയ്യിക്കുക. അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഫുൾ ടാർഗറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കൊടുത്തുനിന്ന് അത് SLക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ 10 പോയിൻ്റ് 15 പോയിൻ്റ് ആകുമ്പോൾ പകുതി ലോഡിനെ സെല്ല് ചെയ്യണവർക്ക് ബാക്കി പകുതി SL വെച്ച് കഴിഞ്ഞാൽ
ബാക്കിയുള്ളത് ഫുൾ ടാർഗറ്റിലേക്ക് മാറി. ഇത് എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പറയാറുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഫുൾ ടാർഗറ്റ് വന്നാണത് കേട്ടോ. നമുക്ക് അധികം ട്രേഡ്സ് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ അധികം ട്രേഡ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ടൈമിന് ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 10 പോയിൻ്റ് വന്നേക്കണം കേട്ടോ. 26,200 ഇതിനാണ് നമുക്ക് ട്രേഡ് വന്നത്. അത് 10 പോയിൻ്റാണ്. 10 പോയിൻറ്റിന് ശേഷം നമ്മളിപ്പോൾ ഒരു ലോണിനെ വിറ്റ് ഒരു ലോണിനെ വയ്ക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് അത് കോസ്റ്റ് പോലെയാണ്. ബ്രോക്കറേജിൻ്റെ ഒരു എമൗണ്ട് മാത്രമേ പോകുന്നുള്ളൂ. ഇത് ലാസ്റ്റ് ടൈമിന് വന്ന ട്രേഡാണ്. അപ്പോൾ അങ്ങനെ കാണുക. അതിന് മാത്രം ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കൊന്ന് കിട്ടിയത്. ക്രൂഡ് ഓയിലിൻ്റെ കാര്യമൊക്കെ വൈകിട്ട് ഞാൻ ഗ്രൂപ്പിലിടും. നമുക്ക് താല്പര്യമുള്ളവർക്ക് ക്രൂഡ് ഓയിലൊക്കെ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പെയ്ഡിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ എൻട്രി പ്രൈസ് ആണ് പ്രശ്നം എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു എൻട്രി കിട്ടും. അവിടെ നിങ്ങൾക്ക് 10 പോയിൻറ്റോ 15 പോയിൻറ്റോ നിങ്ങളുടെ കംഫർട്ടബിൾ എസ് എൽ നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ പറയണ പോയിൻറ്റ് 10 പോയിൻ്റാണ് നിഫ്റ്റിയിൽ. അങ്ങനെ എല്ലാത്തിനും ഉണ്ട് എസ് എല്ലുകൾ. അപ്പോൾ അത് ഞാൻ പറയും, നിങ്ങളുടെ കംഫർട്ടബിൾ എവിടെയാണോ നിങ്ങൾക്ക് അവിടെ എസ് എൽ ഇടാം. അതിൻ്റെ അപ്പുറത്തേക്ക് 1:1 1:2 1:3 അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എടുക്കുക, എവിടെയാണ് ബൈ ചെയ്യുക, എവിടെയാണ് എൻട്രി എടുക്കുക, ഏത് പ്രൈസിലാണ് ബൈ എടുക്കേണ്ടത്, എന്തൊക്കെ കണ്ടീഷനാണ് നോക്കുന്നത്, ലോട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യണത്, എത്രത്തോളം ലോട്ട് നമുക്ക് വിൽക്കാം, എത്രത്തോളം ഹോൾഡ് ചെയ്യാം, എത്രത്തോളം പ്രോഫിറ്റിക്ക് ഇരിക്കാം, എത്ര ടൈം ഇരിക്കാം, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട് ഈ കോഴ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊന്ന് സ്റ്റഡി ചെയ്യാവുന്നതാണ്. എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് പിന്നെ നിങ്ങൾ ഇന്ന് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ കോഴ്സ് പഠിക്കാൻ പറഞ്ഞ ആൾക്കാർ അത് തെറ്റായിട്ടുള്ള കാര്യമല്ല പറയണത്. പക്ഷേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കാത്ത കാരണമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. ട്രേഡ് എടുക്കാത്ത കാരണമോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കുറച്ച് ദിവസമായിട്ട് ഇരിക്കാത്ത കാരണമുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾ കുറച്ച് ദിവസം ഫ്രീ ഗ്രൂപ്പിലുള്ള ട്രേഡ് വെറുതെ നോക്കി നോക്കുക. എടുക്കണം നിർബന്ധമൊന്നുമില്ല, വെറുതെ നോക്കിയിരുന്നാൽ മതി. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് എത്തണ സമയത്ത് നിങ്ങൾ കോഴ്സ് പഠിച്ചാൽ മതി. അതായത് ഇന്ന് കയറി നാളെ തന്നെ നമ്മൾ കോഴ്സിൻ്റെ എമൗണ്ട് അറിയണം, അതറിയണം ഇതറിയണം എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വരണതിൽ കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് ഇല്ല. മനസ്സിലായാലും ഈ ട്രസ്റ്റ് എവിടെ നിന്നുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ വരുന്ന ട്രേഡ്സ് കണ്ടാലേ നിങ്ങൾക്ക് ട്രസ്റ്റ് വരുള്ളൂ. മനസ്സിലായാലും അപ്പോൾ ആ ട്രസ്റ്റ് ഫസ്റ്റ് ബിൽഡ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റിൻ്റെ മേലെ ട്രസ്റ്റ് ഉണ്ടാക്കിയാലാണ് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇതൊരു ഈസി ആവുള്ളൂ. ജസ്റ്റ് ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു കോഴ്സ് എൻ്റെ നിന്നല്ല ആരെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണതിൽ എല്ലാ കാര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 കോഴ്സ് പഠിച്ചാലും നിങ്ങൾ എവിടെ എത്തില്ല. ആ പറയണ ഒരു കണ്ടൻറ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇപ്പം ഞാനല്ല വേറെ ആരുടെ ആണെങ്കിലും അവരൊക്കെ പറഞ്ഞൊരു കണ്ടൻറ് ഉണ്ട്. ആ കണ്ടൻറ് നിങ്ങൾക്ക് മനസ്സിലായാലാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. എൻ്റെ പോയിൻ്റ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടും കൂടി നിങ്ങൾ ചെയ്യാം കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഡെയിലി ട്രേഡർ ഒഫീഷ്യൽ അതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.